നമ്മളെ ലൈവിൽ എൻ്റെ ലൈവിലില്ല തൊപ്പിന്റെ ലൈവിൽ വന്നൊരു ഗസ്റ്റ് ഉണ്ട്. അതായത് ഒരു പാട്ട് പാടിയിട്ട് പാട്ടിനുള്ള റാപ്പ് നല്ലൊരു സ്വാഗൊക്കെ ഉള്ള ഒരു ചങ്ങായി. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഓൻ ഇന്ന് ഇവിടെ ഉണ്ട്. ഓൻ ഇന്ന് ഒരാവശ്യം വന്ന സമയത്ത് നമ്മൾ കണ്ടുപോയപ്പോൾ നമ്മൾ പറഞ്ഞ് എന്നാ എന്താക്കാം നമുക്ക് ലൈവിൽ വന്നിട്ട് ജസ്റ്റ് അത് ഞാൻ ഇപ്പം ജസ്റ്റ് നോക്കിയ സമയത്ത് ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു മീറ്റിങ്ങിനും ആവശ്യത്തിനൊക്കെ ആയിട്ട് വന്നോ. അപ്പൊ ആരായിരിക്കും ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളുണ്ടോ? അതായത് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം. നമ്മളെ ലൈവിന് മുമ്പ് വന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവേ. അപ്പൊ ആർട്ടിസ്റ്റുകളുടെ പേരിൽ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. ഒരു സ്വാഗൊക്കെ ഉള്ള ഒരാളാണ്. ഉണ്ണി മായെ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയ ജസ്റ്റ് ഒരു ക്ലൂ ഒക്കെ തരാം. അങ്ങനത്തെ ഒരാളാണ്. ആരായിരിക്കും? ഒന്ന് ഗസ് ഓക്കെ ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട്, തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വാഗുള്ള എന്താ പറയാ അപ്കമിങ് എന്താ പറയാ ഒരു റാപ്പർ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു റാപ്പർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. തിരിഞ്ഞ് അപ്പൊ നമുക്ക് എന്താക്കാം, ആ ഒരു പാട്ടൊക്കെ കേട്ട് നമുക്കൊന്ന് നൈസായിട്ട് സിറ്റുവേഷൻ ഒന്ന് കൂളാക്കിയിട്ട് നമുക്ക് ചലഞ്ചിലേക്ക് അടക്കാം. Yo, what's up, brothers and sisters? Okay, welcome upcoming rapper Kaka. Please welcome hot seat guys. ഇരിക്കി. ആ ചേഞ്ച്. ഇനി അപരാധങ്ങൾ വേണ്ട. Yo, what's up? Okay? Yo. എന്താ മൂഡ്? എല്ലാരും കുളിക്കാനൊന്നും ഇനി ഇതില്ല. ഡ്രസ്സ് മാറ്റിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ടേ. ഇന്ന് ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ വിചാരിച്ച് കൈമന്ന് പോയി. കണ്ടോ? സൈഡിൽ നിന്ന് കണ്ടോ? ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവം നമുക്കുണ്ട്. ഇത് ഹാൻഡിലും കൂടി ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കൂടെ കയറി എന്നെ കൊണ്ട് കയറി എന്നിട്ട് ഞാൻ പറഞ്ഞു അവര് ലൈവ് തുടങ്ങി ഇങ്ങോട്ട് കയറി വരണ്ട, അവിടെ നമുക്ക് പുറകെ കൂടെ കയറാം. ഞാനല്ല അവര് തുടങ്ങിയ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാടി പിന്നെ എന്തോ നടന്ന് അതൊക്കെ ഇറങ്ങി അതുവഴി വന്ന് ഞാൻ കിക്ക് ചെയ്ത് ആളെ എടാ പൂട്ട് ലോക്ക് ഇനി ലോക്ക് ഇട്ടിട്ടില്ലെങ്കില് ആള് പോവല്ലേ എന്നെ അങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞില്ലേ? ഇല്ല ആള് പോവില്ല. ഓക്കെ, അപ്പൊ എന്താ പരിപാടി? എന്താ ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറ. വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് മെല്ലിനൂടെ പുറത്തു പോയത്. അത് നമ്മുടെ ഇടപ്പള്ളി ഒരു കമ്പനിക്കാരൻ. അപ്പൊ അവിടെ നിന്ന് തുണി എടുക്കണുണ്ടായിരുന്നു. അതെടുത്തിട്ട് കലൂര് പോകാനുള്ള പ്ലാനാണ്. മെല്ലിനോട് മെല്ലും പറഞ്ഞ ശരി വീട് വരെ പോയി ഞങ്ങൾ കുളിക്കട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുപോയത്. അല്ല ആകായി പോയത്. ഒന്ന് മെൽവിന്റെ പോയോ? വീട് വരെ ചെന്നിട്ട്. ഓക്കെ. അല്ല ഞാൻ പറയുന്നത് നമ്മളെ ഇതിന് മുമ്പ് ഒരിക്കൽ പെർഫോമൻസ് ചെയ്യാൻ വന്നില്ല തൊപ്പില്ലേ? അത് വന്ന് പെർഫോമൻസ് ചെയ്തതിന്റെ ശേഷം എന്താണ് പിന്നെ ഫുൾ അത് സമം പിന്നെ ഫുള്ള് സ്വാഗം മാറി. ലൈക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയോ? ഓക്കെ, ഇനി പുതിയ പരിപാടിയൊക്കെ വരുന്നുണ്ടോ? ഞാൻ കണ്ടു വേടന്റെ ഒപ്പം പിന്നെ ഗബ്രീന്റെ ഒപ്പം ആയിട്ട് അവിടെ ഒരുമിച്ചൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അവര് സെയിം പെർഫോം ചെയ്യുന്ന വേദിയിലൊക്കെ. അപ്പൊ എന്തായാലും അടിപൊളിയായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വന്നേല് ജസ്റ്റ് ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ ഒരു പാട്ടോ റാപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റാ? ഫ്രീ സ്റ്റൈൽ ചെയ്യണോ? ഫ്രീ സ്റ്റൈലോ ഇല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ട്രാക്ക് വേണം. എന്തായാലും ലൈവ് പോറാണ്. നമ്മൾ പാടി മാത്രം എന്ത് കാര്യം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? പാട്ടുണ്ടോ? സോങ് ഉണ്ടോ? സോങ് ഉണ്ട്, ട്രാക്ക് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രാക്ക് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ സെർച്ച് ചെയ്യണ്ടേ? അപ്പൊ എന്തിനാ നിങ്ങൾ പറയില്ല ലൈവ്? അല്ല ഞാൻ ചോദിക്കുന്നതല്ല, ഓൾറെഡി നിങ്ങൾക്ക് പുറത്തിറക്കിയ ട്രാക്കാണോ ഇല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ ആയിട്ട് പാടുന്നത് എങ്ങനെയാ ഗൈസ്? എന്താ വേണ്ടത്? എന്താ പറയുന്നത്? കാക്കയല്ല വിനി ജൂനിയറാ? അത് സംഭവം വിനീഷ് ഫുട്ബോൾ കളിക്കാരൻ ആയിരിക്കും. അതേപോലെ ലുക്ക് ഉണ്ടാ? ഉണ്ട്, ഒരു സൈഡ് നോക്കി അതേപോലെ ഉണ്ടല്ലേ. ഓക്കെ, എടാ കിക്ക് മെൽവിൻ MRG എടാ പോടായിരുന്നു. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഒരു സിറ്റുവേഷൻ കൊണ്ട് മൊത്തത്തിൽ നടക്കാൻ നിൽക്കണ്ട. പറ ഫ്രീ സ്റ്റൈൽ ഉണ്ണിമായ പാടാൻ പറയുന്നുണ്ട്. ജാസിന്റെ ചെണ്ട ഒന്നും പാടാൻ പറ്റില്ല, കാരണം വെച്ചാൽ വെറുതെ നാണങ്ങളുണ്ടാ. ഇല്ല അങ്ങനെയൊന്നുമില്ല ബ്രോ. പറ ഫ്രീ സ്റ്റൈൽ. കുറെ ആൾക്കാർ ഫ്രീ സ്റ്റൈലാ പറയുന്നത്. ഫ്രീ സ്റ്റൈൽ ചെയ്താലോ? ഓക്കെ ആണോ? ഫ്രീ സ്റ്റൈൽ ബീറ്റ് ഇട്ടാ മതിയോ? ഓക്കെ, ഏതാ വേണ്ടേ? ഇതാ യോ
പിടിച്ചു ഞാൻ മാറ്റും കയ്യിലെ മൊത്തത്തിൽ മാറുന്ന നാട്ടില് സൂപ്പർ ബീച്ചു എന്റെ വരിക്കിന് നാളെ പറഞ്ഞു ഞാൻ ബ്രോ എന്റെ വീട് പള്ളിയിലുണ്ട് ഫ്രണ്ട് ഇടപ്പള്ളിയിലുണ്ട് ഒരു ഫ്രണ്ട് അവന്റെ വീട്ടിൽ ചെന്നിട്ട് എടുക്കണം കുറച്ചൊരു ഡ്രസ് ഞാൻ പറയണ്ട ഫുൾ ഓഫ് സ്ട്രെസ് എനിക്ക് ടെൻഷൻ വേണ്ടെന്ന് വെക്കാം നല്ലൊരു മെൻഷൻ കയ്യിൽ നീട്ടു നല്ലൊരു പെൻഷൻ യോ ബ്രോ ഞാൻ പറഞ്ഞു എന്റെ ഡ്രസ് എടുക്കാൻ ഇടപ്പള്ളിയിൽ പോകണം മെൽവിനും ബൈക്കിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു മച്ചു എനിക്കൊന്ന് കുളിക്കണം മച്ചു ഞാൻ സിമ്പിളാണ് വരുന്ന വഴിയിൽ ഞങ്ങള് കറങ്ങി വന്നപ്പോ നാട്ടില് മീരിട്ട് കണ്ടു രണ്ടും മച്ചം പറഞ്ഞു കാക്ക ബ്രോ അല്ലേ കടയിൽ പൊട്ടിക്കുന്നുണ്ട് ഉണ്ണിമായ കേട്ടപ്പോളെ ഞങ്ങൾ അന്നു ഞെട്ടി മച്ചു യോ ഹോമി കന്നപ്പോഴെ ഞാനും പറഞ്ഞു ബ്രോ ലൈവ് സ്റ്റാർട്ടിങ് ആണ് വേണ്ട കേറണ്ടാന്ന് പറഞ്ഞതല്ലേ യോ പരിപാടി യോ പരിപാടി യോ നൈസ് ബ്രോ. എങ്ങനെ ഈ പരിപാടി പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? പ്രാക്ടീസ് ചെയ്യാ സ്ഥിരം പ്രാക്ടീസ് ചെയ്യാ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഒറ്റ മിനിറ്റ് 1 സെക്കൻഡ് മൈക്ക് എടോ മൈക്ക് എനിക്ക് ഒന്ന് ഒറ്റ മിനിറ്റ് മൈക്ക് 1 മിനിറ്റ് ഇല്ല വലിയ സീനില്ലല്ലോ. ഓക്കെ അവസാനം ഓക്കെ അല്ലേ? ഉണ്ണിമായ എന്ന് പറയുന്നുണ്ട്. ഉണ്ണിമായ പാടാൻ പറ്റുമോ? ഉണ്ണിമായ ഓൾറെഡി നിന്റെ ട്രാക്ക് എന്നല്ലേ? ഞാൻ ഓൾറെഡി ഇപ്പൊ ഇറക്കി ട്രാക്കായിട്ട് ഇറക്കി. അന്ന് ഫ്രീ സ്റ്റൈലായിരുന്നു ചെയ്തത്. എന്നിട്ട് ട്രാക്കായിട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ. അത് എങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ റെസ്പോണ്ട് ഒക്കെ? പിന്നെ നല്ലപോലെ ഞങ്ങൾ പിന്നെ അപ്പോഴും പോയി റെക്കോർഡ്സ് വഴി ഞങ്ങള് ലേബിൾ വഴി സാധനം ഒരുപാട് പവറാക്കി വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് സാധനം അപ്പോഴേ പൊട്ടിച്ച് ഞങ്ങള് കറക്റ്റ് ടൈമിൽ പൊട്ടിച്ചു. പ്രോഗ്രാം ഒക്കെ കിട്ടുന്നുണ്ടോ? പ്രോഗ്രാം ഇങ്ങനെ ക്ലാസ് വരുമ്പോൾ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നില്ല. ഏതാ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ? ഇതാ. ഓക്കെ അപ്പൊ എന്തായി കഴിഞ്ഞാൽ നമ്മളെ ലൈവിൽ വന്നിട്ട് ഉണ്ണിമായ എന്നുള്ളൊരു പാട്ട് അടിപൊളിയായിട്ട് ഫുള്ള് എല്ലാവരും അറിഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പാടി. പിന്നെ നമ്മൾ ഇടക്കിടക്ക് ആ മനസ്സിൽ ആ സാധനം വന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വരികളൊക്കെ റിലേറ്റബിൾ പരിപാടി. ഓക്കെ വരി ഇവിടെ വന്നപ്പോൾ വായി നീങ്ങുന്ന സാധനങ്ങളല്ല. ഹുക്ക് മാത്രം ഇവിടുന്നോ? ആ ഹുക്ക് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ലൈക്ക് എവിടെ എന്റെ ഉണ്ണിമായ നിന്നെ കണ്ടപ്പോൾ ഞാൻ മണ്ണിലായ ആ സാധനം എപ്പോഴും എന്റെ കയ്യിലുള്ളതാണ്. ബാക്കി ആ ലിറിക്സ് ഫുള്ള് ഇവിടെ വെച്ച് മനസ്സിൽ തോന്നിയ കാര്യമായിട്ട്. അപ്പൊ അത് ഓൾറെഡി ആദ്യം നീ വരികൾ മൊത്തം എഴുതി സെറ്റാക്കി മനപ്പാടം പഠിച്ചതല്ല? നോ വേ ബ്രോ. ആ സ്വാഗിൽ വന്നതോ? സ്വാഗിൽ വന്ന സാധനങ്ങൾ അതൊക്കെ. ടാലന്റ്. ഞാൻ വിചാരിച്ച മൊത്തത്തിൽ പാട്ട് ഫസ്റ്റ് മുതൽ എൻഡ് വരെ എല്ലാം നിനക്ക് ഓൾറെഡി സാധനം തിങ്കി അത് നേരെ കൂടെ പടച്ചു വിട്ടതേ ഉള്ളത്. അപ്പോ ഉണ്ണിമായ എന്നുള്ള ആ സംഭവം മാത്രം ഓൾറെഡി ഉള്ളത് ഹുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഹുക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് ബാക്കി സംഭവം കൊടുത്തില്ല. കാരണം ആ ട്രാക്ക് ഞാൻ പുറത്തിറക്കണ പോലും ചിന്തിച്ചിട്ടില്ല. ലൈക്ക് ഇങ്ങനെ ഒരുപാട് കല്യാണ പരിപാടികൾക്ക് അന്ന് കല്യാണ പരിപാടികൾക്ക് ഇടുന്ന ടൈമിൽ പാട്ട് പാടാൻ ട്രാക്കില്ല. എന്റെ കിടക്കുന്ന മൊത്തം ട്രാപ്പ് ഒരു വേറെ രീതിയിലുള്ള സാധനങ്ങളാണ്. അവർക്കൊന്ന് മൂട് പിടിക്കാൻ വേണ്ടി എഴുതിയൊരു ഹുക്കായിരുന്നത്. ആ ഹുക്ക് എല്ലാ സ്ഥലത്തും പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പല സ്ഥലത്ത് പല വരികളായിരുന്നു. ഇവിടെ ലാസ്റ്റ് ഇവിടെ വന്നപ്പോഴേ അവർ വരി കിട്ടി. പിന്നെ എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു റിക്വസ്റ്റ് ചെയ്ത് അത് തന്നെ ആ വരി തന്നെ ഇടാൻ പറഞ്ഞു. ഇപ്പൊ അത് മൊത്തം ഫിക്സ് ചെയ്യില്ലേ? ആ വരിനെ ഫിക്സ് ചെയ്ത് ഞങ്ങൾ പിന്നെ ബീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു. അതിന് കുറെ നെഗറ്റീവ് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നെഗറ്റീവ് നമ്മൾ എപ്പോഴും ചേസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നൈസാണ് പരിപാടിയൊക്കെ. ഞാൻ വിചാരിച്ചു ഓൾറെഡി ആദ്യം സെറ്റ് ചെയ്തത് അറ്റൻഡ് ചെയ്യാറോ? ഞങ്ങള് ക്രിയേറ്റ് ചെയ്ത ബീറ്റ് ബൈസിയാണ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നാലെ വന്നതല്ലേ മുന്നാലെ പോകുമ്പോൾ കണ്ണാരെ നോക്കുന്നില്ല കണ്ണാരെ ഞാൻ മുത്തമൊന്ന് തരാം മുട്ടിലിരുന്ന് വന്നവൻ മുത്തമൊന്ന് തരാം എവിടെന്റെ ഉണ്ണിമായേ നിന്നെ കണ്ടപ്പോൾ ഞാനും ഇന്നും മണിലായേ മണിലായേ എവിടെന്റെ ഉണ്ണിമായേ നിന്നെ കണ്ടപ്പോൾ ഞാനും ഇന്നും മണിലായേ ഞാനും ഇന്ന് മുന്തിരിയും നീട്ടാം ഒരു നീയും നിന്റെ പുഞ്ചിരിയോ ഞാനും ഇന്ന് മുന്തിരിയും നീട്ടാം നിന്റെ നല്ല പുഞ്ചിരി മുട്ടിലെ ഞാൻ വന്നത് മുത്തമൊന്ന് താടി മുട്ടുകുത്തി പാടാൻ മുത്തുമണിയാടി പണി വന്നാടി പണ്ടേ ഞാൻ പറയട്ടെ കാലം കഴിഞ്ഞപ്പോൾ അപ്പന്റെ പാട്ട് അപ്പനെന്ന് കൊടുക്കാടി നല്ല കൂട്ട് എന്റെ വിരടുത്തടിക്കാൻ നളിയ കൂട്ട് ഞാനും പറയട്ടെ പെണ്ണെ പാടി കഴിഞ്ഞപ്പോൾ കാലം കടന്നപ്പോൾ ഗാനം കളഞ്ഞില്ലേ എവിടെന്റെ ഉണ്ണിമായി നിന്നെ കണ്ടപ്പോൾ ഞാനും ഇന്ന് മണ്ണിലായി മണ്ണിലായി എവിടെന്റെ ഉണ്ണിമായി നിന്നെ കണ്ടപ്പോൾ ഞാനും ഇന്ന് മണ്ണിലായി
പെണ്ണെ പെണ്ണ ഞാൻ പീരത്തിലൊരുവനെ കാണല്ലേടി പൊന്നെ ഞാൻ ഇന്നും തരമടി എന്നും തരമടി നിനക്ക് മുത്തം എന്റെ പെണ്ണ ഞാനും പറയട്ടെ ഉണ്ണിമായി നീ എവിടന്റെ ഉണ്ണിമായി നീ എവിടന്റെ ഉണ്ണിമായി നീ എവിടന്റെ ഉണ്ണിമായി എവിടന്റെ ഉണ്ണിമായി നിന്നെ കണ്ടപ്പോൾ ഞാനും ഇന്ന് മണ്ണിലായി എവിടന്റെ ഉണ്ണിമായി നിന്നെ കണ്ടപ്പോൾ ഞാനും ഇന്ന് മണ്ണിലായി ഇവിടെ ഉണ്ട് ജാസ്തു കഴിഞ്ഞു സിമ്പിൾ നൈസ് വരി കേട്ടോ. എന്തായാലും ഇതേപോലത്തെ ഇനിയും കുറേ പ്രൊജക്റ്റും പരിപാടിയും റാപ്പൊക്കെ ആയിട്ട് വരണം. കണ്ടപ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു നമുക്ക് ഇഷ്ടംപോലെ പറയാനുള്ള കഥകൾ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ റാപ്പിലൂടെ പാടുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? ഇനി കുറെ കഥകൾ പറയാനുണ്ട് അല്ലേ? ആൾക്കാർ കുറെ കാര്യങ്ങൾ അനുഭവിച്ച ആ യാതൊരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കഥ നമ്മുടെ റിയൽ ലൈഫ് സ്റ്റോറിയിൽ സംഭവം അപ്പൊ അങ്ങനെ തന്നെ അല്ലേ? അതായത് ഓൾറെഡി റാപ്പിലൂടെ നമ്മൾ പറയുന്ന വരികളൊക്കെ നമ്മളെ റിയൽ ഇൻസിഡൻസ് തന്നെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്തെങ്കിലും പാടാൻ എന്തെങ്കിലും ഉണ്ടോ? പാടാൻ ലൈക്ക് എന്ത് പാടാൻ? അല്ല വേറെ ഇറങ്ങിയ പാട്ടോ ട്രാക്കോ എന്തെങ്കിലും? റിലീസാണ്, പുതിയ ട്രാക്കൊക്കെ റിലീസ് ആക്കിയിട്ടുണ്ട്. കമ്പോളം എന്നുള്ള ട്രാക്ക് റിലീസാണ്. സോങ് റിയാക്ട് പിള്ളേര് റിക്വസ്റ്റ് തുടങ്ങി. ഇത് നിന്റെ പാട്ടാ? അല്ലല്ല, അതെന്റെ അല്ലേ, വേറെ ഏതോ ടീമിന്റെ ട്രാക്കാണ്. ജാസി ബ്രോ ചെണ്ടപാട് ചെണ്ടപാട് വേണ്ട. ഇത് എന്താണെന്നറിയ, ഇവന്മാര് ഇപ്പൊ നിയാത് ചെയ്യുമ്പോ ബെറ്റർ ദാൻ വിട്ടുപിടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കളിയാക്കൂലേ, അതുപോലെ പറയുന്നതാണ് ഈ ചെണ്ടപാട് എന്ന് പറഞ്ഞിട്ട്. ഇത് സംഭവം എന്താ അറിയോ, നിന്റെ ഇതെവിടുന്ന പൂച്ച കരയുന്നു. അപ്പൊ എടാ ഇതിനടുത്ത് ഒഴിവാക്കിയത് എവിടെ വന്നിട്ടാ? ഫ്രീ സ്റ്റൈല് ആരാടാ അവിടെ ചിരിക്കുന്നേ? എടാ ചിരിക്കല്ല, ഇവിടെ കമന്റ് ബോക്സ് ചോദിക്കുന്ന ആരാടാണ് ചിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ലൈവ് ചെയ്യുന്ന ഓൾറെഡി ഈ ഒരു ഹാളിലാണ്, ഇതിന്റെ അപ്പുറത്ത് ലൈവ് ചെയ്യുന്ന അവന്മാര് ചിരിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ കേൾക്കും. അപ്പൊ എന്തേ നീയല്ലേ ഇവിടെ ഡ്രസ്സ് മാറ്റി വരാന്ന് പറഞ്ഞേ? എന്താണ് ഇത് കോലാക്കി വെച്ചിന്? ഇതൊന്നും നോക്കണ്ടട്ടാ, ഇതൊക്കെ ഇവിടെ ലൈവ് തുടങ്ങി കഴിഞ്ഞാൽ പിടുത്തം വിട്ട കളികളാ. ഇതൊന്നും നീ മൈൻഡ് ആക്കേണ്ട ആവശ്യമല്ലേ. ചെണ്ട നമുക്ക് എന്താക്കും, ഒരു ഫ്രീ സ്റ്റൈലും കൂടി ചെയ്യാം. ഓക്കെ, നമ്മളിന്ന് കാക്കേ നമ്മളെന്താ പറയാ, നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഫ്രീ സ്റ്റൈലും ഒരു ചാലഞ്ച് ഇടാം. എന്ത്? ജാസു ബ്രോ ഒരു 3 വേർഡ് പറയാം. ആ വേർഡ് ഞാൻ പറയുന്ന ഈ ട്രാക്കിൽ 3 വേർഡ് വരും. ചിലപ്പോൾ ആ വേർഡിനെ ഉദ്ദേശിച്ച് എന്തെങ്കിലും വരും. ഓക്കെ എടാടാ, റിലേറ്റബിൾ എന്ത് കണ്ടന്റ് പറയടാ, അതായത് ആ വേർഡ്സ് എന്താണ്, എന്ത് വേണമെങ്കിലും പറയാം. വേർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് വലിയ വേർഡ് വേണ്ട, എന്തെങ്കിലും ഇപ്പൊ കുന്തം വാറിടാം. പറ 18 പാടുന്നോ? എന്താ അതൊരു 18 ട്രാക്കാ, അന്ന് പാടിയതാണ്. ഏത് മുട്ടിയിലെഴിഞ്ഞ്? അല്ല, ലൈക്ക് അമ്പാല ചൊല്ലുന്ന കൂട്ടത്തില്ല ഞങ്ങൾ അമ്പലം കയറുന്ന പള്ളിക്കാര, ഇന്ന് ബൊമ്പല് കണ്ടത് ബായിമാര, ഇത് കുച്ചിയ മച്ചാന ബാപ്പമാര, ഞങ്ങൾ ഒട്ടും അടിക്കില്ല തൂക്കിക്കെട്ടാനെന്ന് ബന്ധാന കെട്ടുന്ന ബന്ധുക്കാര. അങ്ങനെ ഒരു സാധനം. വാറ് ഓക്കെ, വാറ് ഓൺസേൽ ഓക്കെ, വാറ് എന്തെങ്കിലും ആയിക്കോട്ടെ. വാറ് എന്നാ മെയിൻ ആയിട്ട് പറയുന്നത്. വാറ് ഇസ്രായേല് അങ്ങനെ പറയുന്നതിന് കുഴപ്പമുണ്ടോ? സീനില്ല. വാറ് ഇസ്രായേല്. പിന്നെ അതേപോലെ തന്നെ വേറെന്താ, ഒരു വേർഡും കൂടി പറടാ. ഒരു വേർഡും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? വാറ് ഇസ്രായേല് പാമ്പ പോടാ. ഇതിന്റെ വാറ് ഇസ്രായേലിൽ അതിൻ്റെ ഇടയിൽ പാമ്പിനെ കൊണ്ടുവരുന്ന കാര്യം. ഇസ്രായേൽ ഓക്കെ, എന്തോ ആയിക്കോട്ടെ. വാർ ഇസ്രായേൽ എന്ന് അവർ പറയുന്നത്. അതിൻ്റെ ഇപ്പം എന്തെങ്കിലും ഒരു വേർഡും കൂടി നിനക്ക് അതിനെപ്പറ്റി ആപ്റ്റ് ആകുന്ന ഒരു വേർഡും കൂടി കൂട്ടി നീ ഒരു പാട്ട് പാടും. ഓക്കെ, ഏത് ബീറ്റാ വേണ്ടേ? ഓക്കെ ആണോ? ഒരു ഏതാ താഴോട്ട്? അത് ഓക്കെ, ഇതാ ഇതോ? ഓക്കെ. Yo guys, sub homies, don't forget me bro. Yo ജാസു ബ്രോയിനോട് ഞാനും ചോദിച്ചു, ബ്രോ 3 വേർഡ് പറ വെച്ചു പാടാം റാപ്പ്.
റാപ്പിംഗ് അല്ല ബ്രോ ഫ്രീ സ്റ്റൈലാണ് ഇത്. പഠിച്ചോ നീ പഠിപ്പിക്കാനും അറിയ ബ്രോ ചോദിച്ചു ജനങ്ങളോടൊന്നു പറ 3 വേർഡ്. മച്ചമാരും പറഞ്ഞു യുദ്ധമാണ് ഇന്ന് വഴി പറയട്ടെ നല്ല വാറുണ്ടെന്ന് നാട്ടിൽ യോ നല്ല വാറുണ്ടെന്ന് വാട്ടിൽ വസി വേർഡ് ഞാനും കടന്നു പറഞ്ഞ എൻ്റെ വഴി നാട്ടിലാകപ്പാടെ ജാതി മതം ചൊല്ലി ഏതോ ഊരിൽ മരണം ദൈവത്തിൻ്റെ പേരിൽ ഇന്നു നല്ല തരണം തരുന്ന വഴികളിൽ നല്ല നല്ല മരണത്തെ കണ്ടു ഞാനും പറഞ്ഞു ഇസ്രായേലിൽ ചെല്ലാൻ എൻ്റെ മനമൊന്നു മടിച്ചു യോ പടിയുമില്ല ദൈവം ജനിച്ചൊരു മണ്ണ ഇന്ന് ദൈവത്തിനെ ചൊല്ലി മരിക്കുന്നു നല്ല വിണ്ണും പെണ്ണും പൊന്നും ഞാനും പറയട്ടെ മണ്ണും യോ എൻ്റെ ട്രാക്ക് നീ പറയല്ലേ ഫേക്ക് ആവാനില്ല ഞാൻ ബാഡി ഫേക്കാണ് ഞാനായിട്ടിത് വേർഡ് ഫേക്ക് ആണല്ല ഫേക്ക് എന്ത് ഫേക്ക് ഞാനും പറയട്ടെ എഫ് വേർഡ് എനിക്കറിയില്ല നല്ലൊരു എസ് വേർഡ് ഞാൻ പറയട്ടെ നല്ലൊരു എഫ് വേർഡ് എനിക്കറിയില്ല നല്ലൊരു എസ് വേർഡ് നാക്കി നടന്നവൻ നാക്കി തിന്നാൻ മടിക്കില്ല മച്ചു നാട്ടിലാകെ വരുന്നവൻ നല്ല നല്ല സച്ചു എൻ്റെ ബീച്ചെടുത്തു പറയാം എന്ത് ബീച്ച നാട്ടിലൊക്കെ ഇവിടെ കളി മാറിയാൽ ആരും മറത്തില്ല മച്ചു ബീഫ് കഴിച്ചാൽ നമ്മളൊക്കെ വേറെയാ എന്ന് പറയുന്ന കൂട്ടത്തിലായി മാറുന്നു ജീവിതം എന്തിനാണ് അങ്ങനെ മച്ചു കേരളത്തിൻ്റെ തനിമയാണ് പൊറോട്ട ബീഫ് നമ്മ ജനിച്ചു വളർന്ന വഴിയെല്ലാം കണ്ടുവരുന്നവനല്ലേ ഞാൻ യോ പണ്ട് തോട്ടെ പോത്തിനെ കണ്ടാൽ പറ എന്തറച്ചിയ വെട്ടിയരിഞ്ഞ എന്ത് സ്റ്റേസ് ലൈക്ക് അതല്ല നമ്മളെ ഹിറ്റ് ചെയ്ത് പറയില്ല ഹെയ്റ്റ് അല്ല മച്ചു റേറ്റിംഗ് വേണ്ട ഞാൻ ബാറ്റ് പിടിച്ചാൽ എൻ്റെ കാലം പതിക്കുന്നില്ല ഹെയ്റ്റ് അല്ല മച്ചു ബാറ്റിംഗ് വേണ്ട എൻ്റെ ബാറ്റിങ്ങിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ഏതാ ലെവലിൽ ഇന്നലെ കണ്ടു ഞാൻ ഞെട്ടി എൻ്റെ മച്ചു ജെട്ടി പറഞ്ഞു അപ്പോൾ പൊട്ടിയല്ല തട്ടിയോ ഇന്റർനാഷണൽ എനിക്കറിയില്ല ഫുൾ ഓഫ് സ്റ്റേഷനറി കേട്ട റേഷൻ അരി യോ റേഷൻ അരി യോ ബീച്ചസ് ലൈക്ക് യു ബ്രോ നൈസ് ഞാൻ ആദ്യം കുറച്ചു നേരം ഞാൻ വിചാരിച്ചു ഇതാരാ ഫ്ലോയിലങ്ങ് പോകുന്നു പക്ഷെ ഇത്രത്തോളം ലെങ്ത് ഇങ്ങനെ കൂട്ടി വരികൾ വെച്ച് പോകുന്ന ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു ബ്രോ. ഇപ്പൊ എല്ലായിടത്തും പറയാൻ എനിക്ക് ഒരു സ്പീച്ച് കൊടുക്കണം എല്ലായിടത്തും. ലൈക്ക് ഞാനൊരു സ്ഥലത്ത് പരിപാടി ചെന്നപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യം ബ്രോ ഇത് ചെറിയൊരു കോളേജാന്ന് പറഞ്ഞു ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പറയാൻ എനിക്ക് സ്പീച്ച് കൊടുക്കാൻ പറ്റില്ല അവിടെ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യാം. ബ്രോ നമ്മൾ വന്ന സ്ഥലം ഞാൻ ചെറിയൊരു മുറിയിൽ നിന്നാണ് എൻ്റെ ട്രാക്കുകൾ എഴുതി തുടങ്ങിയത്. ലൈക്ക് അവിടെ പൂച്ച കാഷ്ടം വരയ്ക്കും കിടന്നിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ. അവിടെ ഇരുന്ന് നമ്മൾ ട്രാക്ക് എഴുതിയിട്ടുള്ളത് ചെറിയ റൂം എന്നൊക്കെ പറയാൻ ഭയങ്കര ടാസ്ക്. അവിടെ ഇരുന്ന് ട്രാക്ക് എഴുതി തുടങ്ങി. ഇന്ന് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ എനിക്ക് എത്താൻ പറ്റി. തീർച്ചയായിട്ടും ആദ്യം വിശ്വാസം നമ്മളിൽ എപ്പോഴും കൊടുക്കുക. നമ്മുടെ സത്യമായിട്ട് ആവശ്യമുള്ള സംഭവമാണത്. സെൽഫ് ബിലീവ് ചെയ്യുക. കുറെ ആൾക്കാർ ഇങ്ങനെ പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കില്ല. ദൈവം എന്തിനാണ് പലപ്പോഴും ആലോചിക്കുക. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ചിലപ്പം നമ്മൾക്ക് മറ്റുള്ള മനുഷ്യരോട് പറയാൻ പറ്റാത്ത കാര്യം പറയാൻ ദൈവത്തിനോട് പറ്റും. അതൊരു സൈഡ് ഓഫ് പവറാണത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക. അല്ലാതെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പറയാനുള്ളത് പറയുക. അത്രേ ഉള്ളൂ സംഭവം. ബഡീസ് ഡോണ്ട് വറി അബൌട്ട് വേൾഡ്, കീപ് ഗോയിങ് ബ്രോ. എല്ലാം ട്രാൻസ്ഫോമിംഗ് ആണ്. എന്തായാലും ബ്രോ നല്ല രീതിയിൽ ഒരു ദിവസം വരും. തീർച്ചയായിട്ടും എല്ലാം അടിപൊളി ആവട്ടെ. നല്ല ഉയരത്തിലേക്ക് എത്താൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ഗൈസ് നമ്മള് ഇന്നത്തെ ലൈവ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിന്റെ ഒരു മാഗ്നറ്റ് ഉണ്ട്, അത് ഓന്റെ ഇതിന്റെ ഉള്ളിലുണ്ടോ നോക്കിയോ ഫിലിപ്പേ. അതായത് ഇന്നത്തെ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നല്ല നടന്ന്. അഷ്ബാക്കെ ഇന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്ത് ഇന്ന് നടന്ന ഒരു